ഞങ്ങൾ ഈശ്വരവിശ്വാസികളല്ല, ഞങ്ങൾ ഭക്തന്മാരല്ല എന്ന് മുക്കിന് പ്രസംഗിക്കുന്ന കൂട്ടർ. ഏതായാലും അയ്യപ്പൻ്റെയും ഭക്തൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് സംഗമം നടത്തേണ്ട ഗതികേട് വന്നത് കേരളത്തിലെ ഹൈന്ദവ ചേതന ഉണർന്നു എന്നുള്ളതിൻ്റെ സൂചകമായിട്ടുണ്ട്. ബിന്ദുഅമ്മിണി ഭക്തിയല്ല എന്ന് പറഞ്ഞ ഇന്നത്തെ മന്ത്രിക്ക് അന്ന് അറിയില്ലായിരുന്നോ ബിന്ദുഅമ്മിണി ഭക്തിയല്ല എന്നുള്ളത്? 2018 ഭക്തയായിരുന്ന അമ്മ അഥവാ ഒരു സ്ത്രീദേഹം കേവലം 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭക്തയല്ലാതാവുന്നത് എങ്ങനെ? അതും അയ്യപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ ഭക്തി കൂടുകയല്ലേ അതെ വേണ്ടത്? അതെ. അപ്പൊ അതിന്റെ അർത്ഥം 18 തങ്ങൾ ചെയ്ത നാടകം പൊളിഞ്ഞു എന്ന് ഇവർ തന്നെ മനസ്സിലാക്കി. ഇനി ആ നാടകം കളിച്ചാൽ ഗുണമല്ല, ദോഷമാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് 7 വർഷം കൊണ്ട് ഒരു ഭക്ത വിഭക്തയായി തീർന്നത്. ഇത് സാമാന്യ യുക്തിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പോകുന്നവരെ മുഴുവൻ നിലയ്ക്കലിറക്കും. നിലയ്ക്കൽ നിന്ന് അങ്ങോട്ട് പ്രത്യേക സംവിധാനത്ത് കൊണ്ടുപോകാം. പമ്പയിൽ ശബരിമല വികസനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള ഭൂമി ഉപയോഗിച്ച് ഒന്നാന്തരം പാർക്കിംഗ് വ്യവസ്ഥ ഉണ്ടാക്കാം. എല്ലാ വാഹനങ്ങളെയും പമ്പ വരെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ചെയ്യുന്നില്ല. ഇവിടെ ഭക്തന്മാരാണ് ബോധവാന്മാരാണ്. സർക്കാർ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ പണമിടുന്നത് ഭക്തിപരമല്ല എന്നുള്ളൊരു ബോധം ഭക്തന്മാർക്ക് ഉണ്ടായാൽ മതി. നമുക്കറിയാം ഹിന്ദുക്കൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഒരുപാട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരിടമാണ് ശബരിമല എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തർക്കും ഒരുപോലെ കടന്നെത്താൻ പറ്റുന്ന ഒരിടമായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ വികാരമാണ്. മലയാളികൾക്ക് മാത്രമല്ല, തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത ആരെയൊക്കെയോ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? ജനലക്ഷങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകര് ഒരു സ്ഥലത്ത് ഒത്തുചേരുന്ന സങ്കേതമാണ് ശബരിമല എന്ന് മാത്രമല്ല, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, കർണാടക, പുതുശ്ശേരി, കേരളം, ഈ ദക്ഷിണ ഭാരതത്തിന്റെ പൂർണ്ണമായും ഒരു വൈകാരികമായ ഭാവം കൂടി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇത്രക്കേറെ വരുമാനം പ്രത്യക്ഷമായും അല്ലാതെയും സർക്കാരിലേക്ക് വരുന്ന കാലയളവാണ് ശബരിമല തീർത്ഥാടന കാലം. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഈയൊരു ഭക്തജന സമാഗമ സന്ദർഭങ്ങളെയൊക്കെ താത്കാലിക കാര്യലാഭത്തിന് ഉപയോഗിക്കല്ലാതെ അവിടെയുള്ള ഭക്തന്മാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ പോലും ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. നമുക്ക് അറിയാവുന്നതാണ്. അവിടെ ഒന്ന് വിരിവെക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടുത്തെ പല ആചരണങ്ങളും ഇപ്പം പമ്പയിൽ നിന്നുണ്ടായിരുന്ന ആചരണങ്ങൾ സന്നിധാനത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഒരു ഭക്തൻ പോയി അനുഷ്ഠാനങ്ങളെ ചെയ്തിരുന്നത്, അപ്രകാരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്നില്ല. അവിടെ സേവ ചെയ്യുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ പോലും അവിടെ നാട്ടി ഓടിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹിന്ദു ചേതന ഉണരുക എന്നുള്ളതല്ലാതെ മറ്റൊരു പരിഹാരം ഇതിനുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിരി വെക്കാനുള്ള സൗകര്യം വൃശ്ചിക മാസത്തില് നമുക്കറിയാം ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തുന്നുണ്ട്. അതിൽ നടന്നു വരുന്നവരുണ്ട്. കാരണം ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അയ്യനെ കാണാൻ നടന്നു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കാനനപാതയിലൂടെ പോകുന്നവരുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സൗഭാഗ്യമായി കാണുന്നവരാണ് അയ്യപ്പ ഭക്തര്. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഗമം നമ്മൾ എടുത്തു നോക്കിയാൽ 5 കോടിയിലേറെ രൂപയാണ് ചെലവ് വരുന്നത്. അതില് ഫുള്ളി എയർ വെന്റിലേഷൻ ഉള്ള ഒരു ഹാൾ ഉണ്ടാക്കുന്നു. അതും ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാൾ ഉണ്ടാക്കണം. അവിടെയാണ് ഭക്തരെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്രയും സൗകര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണോ അയ്യപ്പന്റെ ഭക്തര്? ആണല്ലോ. അവിടെ വരുന്ന ഭക്തന്മാർക്ക് വിരിവെക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. 2018 നമ്മൾ കണ്ടതാണ്. അവിടത്തേക്ക് വന്ന മുത്തശ്ശിമാരും കൊച്ചു മക്കളും അടങ്ങുന്നവർക്കൊന്ന് ഇരിക്കാനുള്ള സന്ദർഭം പോലും നൽകാതെ അവിടെ മുഴുവൻ വെള്ളമടിച്ച അവസ്ഥ, വന്നവരെ അടിച്ചോടിക്കുന്ന അവസ്ഥ, ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും ഇപ്പം അവിടെ കോടിക്കണക്കിന് രൂപയാണ് വരുമാനം. ആ വരുമാനം ഭക്തജനങ്ങൾക്ക്
പ്രയോജനകരമാകുന്ന രീതിയിൽ, ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാതെ നിലനിൽക്കുകയാണ്. ആണെങ്കിൽ അവിടെ ഒരുപാട് സേവാ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഇപ്പൊ തന്നെ അവിടെ നിലയ്ക്കൽ പോകുന്നവരെ മുഴുവൻ നിലയ്ക്കൽ ഇറക്കുന്നു. നിലയ്ക്കൽ നിന്ന് അങ്ങോട്ട് പ്രത്യേക സംവിധാനത്തിൽ കൊണ്ടുപോവുകയാണ്. പമ്പയിൽ സെൻട്രൽ ഗവൺമെന്റ് ആയാലും വനം വകുപ്പായാലും ഒക്കെ അനുവദിച്ചിട്ടുള്ള, ശബരിമല വികസനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള ഭൂമി ഉപയോഗിച്ച് ഒന്നാം തരം പാർക്കിംഗ് വ്യവസ്ഥ ഉണ്ടാക്കാം. എല്ലാ വാഹനങ്ങളെയും പമ്പ വരെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ചെയ്യുന്നില്ല, KSRTC പണം ഈടാക്കാൻ സാധിക്കില്ല. അന്യായമായിട്ട് അധിക ചാർജ് ഈടാക്കിയിട്ടാണ് നിലയ്ക്കലിന് പമ്പ വരെ കൊണ്ടുപോകുന്നത്. സൗജന്യമായി കൊണ്ടുപോകാമെന്ന് ചില ഹൈന്ദവ സംഘടനകൾ അങ്ങോട്ട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടും അതിനെ നിഷേധിക്കുകയും നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു സംവിധാനം, ഭക്തജനങ്ങൾക്ക്, മനുഷ്യരാണ്, ദൂരയാത്ര ചെയ്തു വരുന്നവരാണ്. കഴിഞ്ഞ വർഷം ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നിട്ട് പിഞ്ചു കുഞ്ഞ് മരിക്കുന്ന അവസ്ഥയുണ്ടായി. അതേ സമയത്ത് ഇപ്പോൾ ഇവർക്ക് സുഖമായി സമ്മേളനം നടത്താൻ ജർമ്മൻ ടെക്നോളജി ഉപയോഗിക്കാം, ഒരു വിരോധവുമില്ല. ക്യാപിറ്റലിസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പരിപാടി നടത്തുന്നതിന് ഒരു വിരോധവുമില്ല. കാരണം കാലത്തിൻ്റെ ഗതിയിൽ കമ്മ്യൂണിസം അപ്രസക്തമാണ്, ജർമ്മൻ ടെക്നോളജിയൊക്കെ നമുക്ക് വേണ്ടി വരും എന്നവർ അംഗീകരിച്ച വിരോധമൊന്നുമില്ല. അതിനൊന്നും നമുക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അവിടെ വരുന്ന ഭക്തന്മാർക്ക് പ്രാഥമിക സൗകര്യം പോലും ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ 10 വർഷം മുമ്പ് വെരിവെച്ചിരുന്ന പന്തലുകളുടെ സ്ഥലത്ത് ഇപ്പൊ വെരിവെക്കാൻ പറ്റില്ല. അവിടെ ദർശനത്തിന് പോയി അന്ന് തന്നെ മടങ്ങി വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അടിസ്ഥാനപരമായി, ആചരണപരമായി ചെയ്തുകൊണ്ടിരുന്നതൊന്നും ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അതേ സമയത്ത് പണം വേണം. അപ്പൊ ഇവിടെ ഭക്തന്മാരാണ് ബോധവാന്മാരാകേണ്ടത്. സർക്കാർ നടത്തുന്ന, സർക്കാർ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ പണമിടുന്നത് ഭക്തിപരമല്ല എന്നുള്ളൊരു ബോധം ഭക്തന്മാർക്ക് ഉണ്ടായാൽ മതി. പക്ഷെ ഇവര് പണം കൊണ്ട് ഇടുന്നോണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നടക്കില്ല. ഇപ്പൊ ഈ ഒരുപാട് ഭക്തര് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പൊ ശബരിമലയിൽ ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസനത്തിന് ഒരു ഫണ്ട് വേണം എന്ന് പറയുമ്പോൾ ഒരുപാട് ഭക്തരുണ്ട് അത് നൽകാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അവരൊക്കെ തയ്യാറാണ് സ്വമേധയാ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറല്ല. അതൊന്നാമത്തത്. കേന്ദ്രത്തിന്റെ ഫണ്ട് വരുന്നതും ലാപ്സായി പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും, ഈ ഫണ്ടുകളൊക്കെ നിരസിക്കുകയാണ് ഒരു തരത്തിൽ. എന്നിട്ടാണ് ഇപ്പോ കുറച്ചുകൂടി നിക്ഷേപം ശബരിമലയിലേക്ക് കൊണ്ടുവരണം, ആഗോളതലത്തിൽ നിന്ന് നിക്ഷേപങ്ങൾ വരണമെന്ന് ഒരു ലക്ഷ്യം കൂടി ഈ സംഗമത്തിന് അവർ വെക്കുന്നത്. അല്ല, അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് കേരളത്തെ അങ്ങേയറ്റം വ്യാവസായികമായി അങ്ങേയറ്റം ഉയർത്തുന്നൊക്കെ പറഞ്ഞ് പല നിക്ഷേപക സംഗമങ്ങളും സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി ചിലവായി, ഇത്ര വലിയ ചിലവായി, ഇത്രയധികം മൂലധനം കൊണ്ടുവരുന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് മാധ്യമങ്ങളുടെ കണ്ടിട്ടില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നിയമസഭകളിൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നൽകുന്ന ഉത്തരങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള മൂലധന സമാഹരണം നടന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ഭക്തിയുടെ പേര് പറഞ്ഞാലേ, ഭഗവാന്റെ പേര് പറഞ്ഞാലേ പണം കിട്ടൂ എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടായി കഴിഞ്ഞു. അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഒന്നാമത്തെ മാർക്സിസ്റ്റ് സർക്കാർ തന്നെ അധികാരത്തിൽ വന്നത് പ്രധാനമായും ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അതെ, നമ്മൾ ആ ശബരിമല തീവച്ച കാലവും അതിന്റെ ആ കാലഘട്ടം മനസ്സിൽ ഓർമ്മിക്കുക. അവിടുന്ന് ഇങ്ങോട്ടാണ് എക്കാലവും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ നമുക്ക് തെറ്റ് വരാം, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ക്ഷേത്രവിശ്വാസിയല്ല, അതുകൊണ്ട് ദേവസ്വത്തിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന പദ്ധതിയിൽ ഞാൻ പങ്കുചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ദേവസ്വത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ പ്രവർത്തിച്ച MLA-മാരാണ്, മന്ത്രിമാരാണ്. അപ്പൊ ഒരു ഭാഗത്ത് വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, മറ്റൊരു ഭാഗത്ത് വിശ്വാസത്തിന്റെ തണലിൽ അധികാരങ്ങൾ ഉറപ്പിക്കുക. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. അത് ഭൗതികവാദം മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനസാമാന്യത്തിന് കഴിഞ്ഞാൽ നാളെ ഭക്തജന സംഗമം വരും. തീർച്ചയായിട്ടും അതാണ് പറയാനുള്ളത്. ഇനിയിപ്പോ ഈ 2018 ഈ പ്രക്ഷോഭം ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഒരുപാട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കണ്ണുനീര് നമ്മൾ കാണും. നമ്മളത്
ചാനലിലൂടെ അന്ന് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ടിവിയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് അത്രത്തോളം വൈകാരികമായി തോന്നിയിട്ടുണ്ട്. സ്വാമിജി അത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, ആ ഒരു തീർച്ചയായിട്ടും. അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. 2018 ശബരിമല അത്യാചാരങ്ങൾ സംഭവിച്ചപ്പോൾ ലോകമുടനീളമുള്ള ഹൈന്ദവ ചേതനയാണ് ദുഃഖിച്ചത്. ദിവസവും ഒന്നും സംഭവിക്കരുതേ, അവിടെ വിപരീതമായി ഒന്നും നടക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ളവർ കിടന്നുറങ്ങണം. ആ പ്രാർത്ഥനയോടുകൂടിയാണ്. ഓരോ ദിവസവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഏതായാലും അവിടെ ചില വളരെ ദുരുദ്ദേശ്യപൂർണമായ പദ്ധതികൾ നടന്ന സമയത്ത് നേരിട്ട് ശബരിമല ഞങ്ങൾ പോവുകയുണ്ടായി. തന്ത്രിയായിട്ട് സംസാരിച്ചു, മേൽശാന്തിയായിട്ട് സംസാരിച്ചു, ഭക്തജനങ്ങളുമായിട്ട് സംസാരിച്ചു, അവിടെ ശബരിമല സംരക്ഷണത്തിനായി കൊണ്ട് നിൽക്കുന്ന ഭക്തന്മാരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം, അതിനു മുമ്പും അതിനുശേഷവും കേരളത്തിൽ നൂറുകണക്കിന് പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്ത പരിപാടികളിലൊക്കെ തന്നെ ശുദ്ധമായ ഭക്തിഭാവത്തോടു കൂടി മുത്തശ്ശന്മാരും അമ്മമാരും സഹോദരന്മാരും എല്ലാവരും ഒരുമിക്കുകയും അവിടെ യാതൊരു ദോഷവും വരരുതേ എന്നുള്ള ഭാവത്തിൽ, അങ്ങേയറ്റത്തെ ഒരു പ്രാർത്ഥനാപൂർണമായ ഭാവത്തിലാണ് ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്തത്. അവരാരും വേദാന്തം പഠിക്കാൻ വേണ്ടി വന്നവരല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നതും അനേക ദശകങ്ങളായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വികാരമായി മാറിയതുമായതാണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ആചരണ രീതികൾ. അതിൻ്റെ അടിവേരിലാണ് ഇവര് വിപരീത പ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദോഷം മാത്രമേ അവർക്ക് ചെയ്യൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഗുണം സങ്കല്പിച്ചുകൊണ്ട് ചെയ്താൽ നന്മ വരും. തീർച്ചയായിട്ടും നന്മ വരട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും. ദുർജന സജ്ജനോ ഭൂയാത് എന്നാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ദുർജനങ്ങൾ നശിച്ചു പോട്ടെ എന്ന് ഇന്ന് വരെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടില്ല. ദുർജനങ്ങൾ നശിച്ചു പോട്ടെ, ഇല്ല. ദുർജന സജ്ജനോ ഭൂയാത്, ദുർജനം സജ്ജനമാവട്ടെ. അപ്പോൾ ആ ഒരു സദ്ബുദ്ധി ഉണ്ടായാൽ മാത്രമേ സജ്ജനാവൂ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് സങ്കല്പിക്കുക, അല്ലാണ്ട് എന്തപ്പോ ചെയ്യുക. അന്ന് ഇപ്പോ ഭക്തരാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ബിന്ദു അമ്മിണിയെ പോലെ, രഹ്ന ഫാത്തിമയെ പോലെ, കനകദുർഗയെ പോലെ. അപ്പൊ ഇതേ ബിന്ദു അമ്മിണി ഈ സംഗമത്തിന് ഞാനും വരുന്നു എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി ഈ പ്രഖ്യാപനത്തിന് ശേഷം. അന്ന് ഇപ്പൊ ഇതേ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി പറഞ്ഞു, ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സംഗമമാണ് നടക്കുന്നത്, ബിന്ദു അമ്മിണിയെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഒരു ഭക്ത, ഇപ്പൊ ഒരു അയ്യപ്പനെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനോട് സ്നേഹമുള്ള ഒരു ഭക്തയാണ്, ഒരു പെൺകുട്ടിയാണ്, ഈ പറയുന്ന 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് സന്നിധാനത്തേക്ക് പോകാൻ തോന്നുമോ എന്നുള്ളതാണ്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്ന തത്വം തന്നെ നമുക്കറിയാം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ. രണ്ട്, ബിന്ദു അമ്മിണി ഭക്തിയല്ല എന്ന് പറഞ്ഞ ഇന്നത്തെ മന്ത്രിക്ക് അന്ന് അറിയില്ലായിരുന്നോ ബിന്ദു അമ്മിണി ഭക്തിയല്ല എന്നുള്ളത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2018 ഭക്തയായിരുന്ന ഒരു അമ്മ അഥവാ ഒരു സ്ത്രീദേഹം, ഒരു യുവതി, എന്ത് വേണ്ട പേര് പറഞ്ഞു, കേവലം 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭക്തയല്ലാതാവുന്നത് എങ്ങനെയാണ്? അതും അയ്യപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ ഭക്തി കൂടുകയല്ലേ അതെ വേണ്ടത്? അതെ. അപ്പൊ അവർക്ക് അങ്ങനെ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. കാരണം പമ്പയിൽ നടക്കുന്ന ഭക്തജന സംഗമത്തിന് അവർ പങ്കെടുക്കുന്നതിന് ആചാരപരമായ ഒരു ദോഷവും ഇല്ല. കാരണം സന്നിധാനത്തിലേക്ക് 18-ാം പടി കയറി സന്നിധാനത്തിൽ പോകുന്നതിനാണ് വിലക്കുള്ളത്. കാരണം അയ്യപ്പന്റെ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ യുവതികൾക്ക് പോകുന്നതിന് വിലക്കില്ല. കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ഉപദേവതയായിട്ട് ശാസ്താവുണ്ട്, മിക്ക ക്ഷേത്രങ്ങൾ. അതുകൂടാതെ അയ്യപ്പസ്വാമിയുടെ തന്നെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒന്നും യുവതികൾക്ക് യാതൊരു വിലക്കുമില്ല. അയ്യപ്പന്റെ സമാധിസ്ഥാനം ക്ഷേത്രമല്ല, ക്ഷേത്രത്തിലല്ല വിലക്ക്, സമാധിസ്ഥാനമായിരിക്കുന്ന ശബരിമല, അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന ആ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ വിലയിച്ചു എന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു. അത് മിത്തായിരിക്കാം മറ്റു പലർക്കും. എന്തായാലും ആ വിശ്വാസത്തെ പുലർത്തുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് അവിടെ ആർത്തവകാലീനകളായ സ്ത്രീകൾക്ക് പ്രവേശമില്ല. അത് പുതിയൊരാചാരം തുടങ്ങിയതല്ല, അത് തുടർന്നു പോരുന്ന ആചാരമാണ്. ഇത് യുവതികൾക്കോ സ്ത്രീകൾക്കോ വിരുദ്ധമല്ല, അത് ഓരോ സ്ഥലത്തുള്ള ആചാരങ്ങളാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് പൂജയിൽ പ്രാധാന്യമുള്ള സങ്കേതങ്ങളുണ്ട്. ഇപ്പൊ മണ്ണാറശാലയിൽ അവിടെ എത്ര പുരുഷന്മാരായ തന്ത്രിമാർ വന്നാലും പൂജ ചെയ്യാൻ പ്രാധാന്യം സ്ത്രീക്കാണ്. അപ്പൊ ഓരോരോ സ്ഥലത്തും അതിൻ്റെ സവിശേഷ ആചരണങ്ങളുണ്ട്.
ആചരണ പദ്ധതി അനുസരിച്ച് യുവതി പ്രവേശിക്കേണ്ടതില്ല എന്നുള്ളൊരു സ്ഥലത്ത് സാധാരണ ഭക്തകളായിട്ടുള്ള യുവതികൾ പോവാറില്ല. മറിച്ച് അവരുടെ ഗൃഹങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് നെയ്ത്തേങ്ങ നിറച്ചു കൊടുത്തിട്ടാണ് ആർത്തവകാലീനകളായ സ്ത്രീകൾ അവരുടെ ഭക്തി പ്രകടനം ചെയ്യുന്നത്. മാത്രമല്ല, പൂർണ്ണമായും മണ്ഡലകാലത്ത് മുഴുവൻ വ്രതം നോറ്റിട്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടിയാണ് നമ്മുടെ അമ്മമാർ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിയുന്നു അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ അവർക്ക് നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കും. തനിക്ക് ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ പോകാം. അതുവരെ ഒരു കാത്തിരിക്കാൻ തയ്യാറാണ്. ആ കാത്തിരിക്കാനുള്ള സന്നദ്ധതയാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ളത്. അപ്പോ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാത്രിയുടെ മറവില് വിപരീതമായ ഭാവത്തോടു കൂടി ആംബുലൻസിലോ എന്തെല്ലാം വാഹനത്തിലൊക്കെയാ പോയതെന്നോ കൊണ്ടെത്തിയതെന്നോ സംഘടിപ്പിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളിലൂടെയും നമ്മുടെ മുഴുവൻ വൈകാരികമായ അല്ലെങ്കിൽ ഭക്തവികാരത്തെ മുഴുവൻ ചവിട്ടി മതിച്ചുകൊണ്ട് അവിടെ പോയവരാണ് ഈ പറഞ്ഞവർ. അതിൽ പോകാൻ ശ്രമിച്ചവരുണ്ട്, പോയവരുണ്ട്. കാരണം നേരത്തെ പ്രതിപാദിക്കപ്പെട്ട പേരുകളിൽ പോയവരുണ്ട്, പോകാൻ ശ്രമിച്ചവരുണ്ട്. സന്തോഷം. അവരിപ്പോ എങ്ങനെ ഭക്തി അല്ലാതാകുന്നു? രണ്ടാമത്തെ പ്രശ്നം, അവര് പമ്പയിൽ നടക്കുന്ന സംഗമത്തിന് പോകുന്നതിന് നിയമപരമായ ഒരു തടസ്സവും ഇല്ല. മറ്റേ ശബരിമല സന്നിധാനത്തല്ല അവർ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം 18 തങ്ങൾ ചെയ്ത നാടകം പൊളിഞ്ഞു എന്ന് ഇവർ തന്നെ മനസ്സിലാക്കി. ഇനി ആ നാടകം കളിച്ചാൽ ഗുണമല്ല, ദോഷമാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് 7 വർഷം കൊണ്ട് ഒരു ഭക്ത വിഭക്തയായി തീർന്നത്. ഇത് സാമാന്യ യുക്തിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. അത് ബിന്ദു അമ്മണി എന്നോ അല്ലെങ്കിൽ കനകദുർഗ എന്നോ അല്ലെങ്കിൽ രഹ്ന ഫാത്തിമ എന്നോ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. ആരായാലും താൽക്കാലിക കാര്യലാഭം വിചാരിച്ച് തങ്ങളെ പിരികയറ്റുന്ന രാഷ്ട്രീയക്കാർ നാളെ തങ്ങളെ കരിവേപ്പില പോലെ വലിച്ചെറിയും എന്ന് ഇവർ മനസ്സിലാക്കണം. അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇവരാരുടെയും മനസ്സിൽ കൃത്യമായ ഭക്തി ഉണ്ടായിട്ടല്ല അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, അവര് ചിന്തിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. കാരണം തങ്ങളെ അന്ന് ആദരപൂർവ്വം കൊണ്ടുപോയിരുന്നവര്, തങ്ങൾക്ക് പോലീസ് അകമ്പടി ഒരുക്കിയവര് തങ്ങളോടോ തങ്ങളുടെ സിദ്ധാന്തത്തോടോ അനുകമ്പയുള്ളവരായിരുന്നെങ്കിൽ ഇന്നും വിളിക്കണ്ടേ? അപ്പൊ ഇന്ന് വരണ്ടെന്നാ പറയണത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ കരുവേപ്പില പോലെ തങ്ങളെ വലിച്ചെറിയും എന്നുള്ളത് എവര് മനസ്സിലാക്കണം. അപ്പൊ രാഷ്ട്രീയക്കാരുടെ താളത്തിനനുസരിച്ച് തുള്ളുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും. എത്രത്തോളമായിരിക്കും ഈ അയ്യപ്പ സംഗമം വീണ്ടും ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോ ഈ 2018 സംഭവത്തിന് ശേഷമാണ് മാളികപ്പുറം സിനിമ ഇറങ്ങുന്നത്. ആ സിനിമ കണ്ട് വൈകാരികരായി കണ്ടതിൽ കൂടുതലും അമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. കാരണം ഇപ്പൊ ഒരു അയ്യപ്പ ഭക്തിയായ ഒരു അമ്മ ഈ സംബന്ധിച്ച് തന്റെ 5ാമത്തെ വയസ്സിൽ അയ്യപ്പനെ കാണാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പാണ് 50 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ സന്നിധാനത്തേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ഒരു വൈകാരികതയൊക്കെ നിറഞ്ഞതായിരുന്നു ആ സിനിമ. അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടപ്പോഴാണെങ്കിലും 2018 സംഭവ വികാസങ്ങൾ നടന്നപ്പോഴും കൂടുതൽ വൈകാരികത നിറഞ്ഞതും സ്ത്രീകൾക്കാണ്. അപ്പൊ ഈ അമ്മമാരെയൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കുക എന്നുള്ളതാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ക്ഷയം വരാൻ പോകുന്നത് യാതൊരു സംശയവും അയ്യപ്പ ഭക്തന്മാർക്കോ വിശ്വാസികൾക്കോ അല്ല. ഒരു ദോഷവും വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് ഇത് സംഘടിപ്പിക്കുന്നവർക്കാണ്. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ സംഘടിപ്പിക്കുന്നതിന് വിപരീത ഫലമാണ് അവർക്ക് വന്നു ചെയ്യുന്നത്. ഇത് ജ്യോതിഷിയുടെ പ്രവചനം പോലെ പറയുന്നതല്ല. കാരണം ഏത് പാർട്ടി ആയാലും, CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് പാർട്ടി ആയാലും മനുഷ്യന്മാരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്ത് എന്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസങ്ങളും ആചാരങ്ങളോടുള്ള പ്രതിബദ്ധതകളും ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തില്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. നമുക്ക് അനുഭവമുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ മാത്രം ഇങ്ങനെ നിരന്തരമായി അവഹേളിക്കുന്നത് കാണുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ദോഷമേ വരുത്തി വെക്കൂ. 2, ഇവരിൽ നിന്ന് നമ്മൾ അനുകൂലമായ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നാളെ ഭക്തന്മാർക്ക് ഇത് ദുഃഖകരമാകും. ഒരിക്കലും ഇല്ല. ഇതുകൊണ്ട് ഇതിന് സ്പോൺസർ ചെയ്യുന്നവരുടെ പൈസ പോയി എന്നല്ലാതെ ഇതിന് ഓഡിറ്റിംഗ് ഉണ്ടാവുമോ? വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ കണക്ക് ബോധിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ കണക്ക് തന്നെ ഉണ്ടാവുമോ? നമുക്കറിയില്ല. അറിയാത്ത വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമായി കണക്ക് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കണക്ക് ബോധിപ്പിക്കപ്പെടുമായിരിക്കാം. അല്ലെങ്കിൽ സ്പോൺസർ ചെയ്തവർക്ക് പോയി എന്നല്ലാണ്ട് വേറെ ആർക്കാ പോകണം? ഭക്തന്മാർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഈ
വൈരുദ്ധ്യാത്മകതയെ മുൻനിർത്തുന്നവർ എന്ത് പ്രസംഗിച്ചാൽ നമുക്കെന്താ കുഴപ്പം? അവിടെ അയ്യപ്പനെ കുറിച്ച് അവർ സംസാരിക്കുമോ എന്നുള്ളൊരു വലിയ ചിന്തയുണ്ട് അവർ മനസ്സിലെ. അയ്യപ്പനെ കുറിച്ച് അനുകൂലം പറഞ്ഞാലും പ്രതികൂലം പറഞ്ഞാലും ഇവിടെ ഭക്തർക്ക് എന്ത് പോയി? ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഭക്തസമൂഹത്തിന് ഇതുകൊണ്ട് യാതൊരു തകരാറും വരാൻ പോകുന്നില്ല. ഒരു തരത്തിലും ഇതിനെ നമ്മൾ ഭക്തന്മാർക്ക് ദോഷം ചെയ്യുമെന്ന് ഒരിക്കലും സങ്കല്പിക്കേണ്ടതില്ല. ഇത് ഒരു ഒരു എന്താ പറയേണ്ടത്, അല്പം പോലും, ഒരു ലെവലേശം പോലും ഭക്തർക്ക് ദോഷകരമായി തീരില്ല. ഒരു പ്രാമാണികതയും ഇല്ലാത്ത വ്യക്തികളെ നമ്മൾ അഭിപ്രായ പ്രകടനങ്ങളുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടിരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവഗണിക്കേണ്ടതിനെ അവഗണിക്കാൻ പഠിക്കണം, പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കാൻ പഠിക്കണം. അപ്പൊ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കുകയും അവഗണിക്കേണ്ടതിനെ അവഗണിക്കുകയും ചെയ്യണം എന്നൊരു ബോധം നമുക്കുണ്ടാവും. ഇത് അവഗണിക്കപ്പെടുന്നതാണ്. ഇതിലാകെ ഒരു പ്രശ്നമുള്ളത്, അവിടെ ഭക്തന്മാർക്ക് ക്ലേശം ഉണ്ടാവും. ഈ VIP കളുടെ ഒരു വരവിനെ തുടർന്ന് അവിടെ ഭക്തന്മാർക്ക് ക്ലേശം ഉണ്ടാവും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ VIP കൾ ഇപ്പോൾ കുംഭമേളയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, അതിനുപരിയായിട്ട് രാഷ്ട്രപതി വന്നു, ഒരു ഭക്തന്മാർക്ക് ഒരു തകരാറുമില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാർ വരുന്ന വഴി ബ്ലോക്കാക്കാതെ അവരുടെ താമസ സൗകര്യങ്ങൾക്ക് യാതൊരു ദോഷവും വരാതെ പ്രത്യേക ഹെലിപ്പാഡിൽ അവർ വന്നിറങ്ങി, അവർ സ്നാനം ചെയ്തു, അവർ പോയി. അല്ലാതെ ഭക്തന്മാർക്ക് യാതൊരു തകരാറുമില്ല. തീർച്ചയായിട്ടും. ഏതായാലും ഈ ഞങ്ങൾ ഈശ്വരവിശ്വാസികളല്ല, ഞങ്ങൾ ഭക്തന്മാരല്ല എന്ന് മുക്കിന് പ്രസംഗിക്കുന്ന കൂട്ടർ ഏതായാലും അയ്യപ്പൻ്റെയും ഭക്തൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് സംഗമം നടത്തേണ്ട ഗതികേട് വന്നത് കേരളത്തിലെ ഹൈന്ദവ ചേതന ഉണർന്നു എന്നുള്ളതിൻ്റെ സൂചകമായിട്ട് നമ്മൾ എടുക്കുക.